ചോദിച്ചതോട് തന്നെയാണ്. സിനിമ എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയുടെ വർക്കാണ്. അപ്പം അവരുടെ ഒരു ഒറ്റയ്ക്കുള്ള ഒരു പരിശ്രമത്തിന്റെ അല്ല. അപ്പം നിങ്ങളുടെ പടം പ്രൊമോട്ട് ചെയ്യാൻ ഇവർ രണ്ടുപേരും ഒന്നും ബാക്കി താരങ്ങൾ എന്തുകൊണ്ട് വന്നില്ല? അല്ല, ഇത് അതുകൊണ്ട് ഞാൻ പറയുന്നത് സെക്കൻഡ് സോങ്ങിൻ്റെ റിലീസിങ് മാത്രമാണ്, ഇതൊരു പ്രസ് മീറ്റ് അല്ല. തീർച്ചയായിട്ടും ഞങ്ങൾ വരുന്ന ആഴ്ചകളിൽ ഒരു പ്രസ് മീറ്റ്, അതായത് എല്ലാവരും ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, മറ്റ് ആർട്ടിസ്റ്റുകളെല്ലാം വന്നുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പ്രസ് മീറ്റ് ഉണ്ടാകുന്നതാണ്. ഇതൊരു ജസ്റ്റ് സെക്കൻഡ് സോങ്ങിൻ്റെ റിലീസിങ് മാത്രമാണ്. ഇന്നിവിടെ ഞങ്ങളുടെ വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം ഇതൊരു ഔദ്യോഗികമായിട്ട് എന്നാൽ ഇവിടെ വെച്ച് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരു ഷോർട്ട് നോട്ടീസ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. തീർച്ചയായിട്ടും വേറൊരു പ്രസ് മീറ്റ് ഉണ്ടാകും, നിങ്ങൾ എല്ലാവരും വിളിക്കും, നിങ്ങൾ വരണം എന്നുള്ള കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം. താങ്ക് യു. ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കാണെങ്കിലും ചോദിക്കാം. അതർവൈസ് വി ക്യാൻ വൈൻഡ് അപ്പ്. ഒരു കോമഡി സിനിമയാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരും ഒഴിച്ച് ബാക്കി എല്ലാവരും കോമഡി നല്ലതായിട്ട് സിനിമകളിൽ കൈകാര്യം ചെയ്യുന്ന ആളാണ്. ഈവൻ സ്നേഹയാണെങ്കിൽ കൂടി കരിക്കിലൊക്കെ നന്നായിട്ട് കോമഡി ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ സ്പോട്ട് ഇംപ്രവൈസേഷൻ ഉണ്ടായിട്ടുണ്ട് നേരത്തെ പറഞ്ഞു. അപ്പം അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഇപ്പം ഷെയർ ചെയ്യാൻ പറ്റും? ഞാൻ ആദ്യമായിട്ടാണ് ആക്ച്വലി ഫിലിമിൽ കോമഡി ചെയ്യുന്നത്, ബോത്ത് ഓഫ് us. സോ ഈ സ്പോട്ടിൽ ഇംപ്രവൈസേഷൻ പറയുന്ന ഒന്ന് ഹരിദാസ് സാർ ആണെങ്കിലും റാഫി സാർ ആണെങ്കിലും ഒക്കെ ഭയങ്കര റിസെപ്റ്റീവ് ആണ് ഓൺ നമ്മൾ സ്പോട്ടിൽ ഇംപ്രവൈസ് ചെയ്യുന്നത്. ഞാനൊക്കെ പ്രത്യേകിച്ച് കോമഡി ആയതുകൊണ്ട് ഇംപ്രവൈസ് ചെയ്യാൻ പറ്റും എന്ന് പോലും വിചാരിക്കാതെയാണ് സിനിമയ്ക്ക് എത്തുന്നത്. പക്ഷെ പിന്നെ അവിടെ ഉണ്ടല്ലോ ഷൈൻ ടോം ചാക്കോ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, അജു വർഗീസ്. നമ്മൾ ലൈൻ പഠിച്ചു വന്നിരുന്നാൽ പോലും അവരവരുടെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് ഓരോന്ന് പറയും. അപ്പം നമുക്ക് വേറെ രക്ഷയില്ല. വിൽ എൻഡ് അപ്പ് ഹാവിങ് ടു ഇംപ്രവൈസ്. സോ അങ്ങനെ ഒരുപാട് പരിപാടികൾ സിനിമയിൽ നടന്നിട്ടുണ്ട്. അത് സിനിമ കണ്ടു കഴിഞ്ഞാൽ വിൽ ഓബ്വിയസ്ലി ബി ഏബിൾ ടു ടെൽ യു ഇതിൽ എന്താണ് അങ്ങനെ നടന്നിട്ടുള്ളതെന്ന്. അങ്ങനെ എന്തെങ്കിലും ഹ്യൂമറായിട്ടുള്ള ഇൻസിഡന്റ് ഷെയർ ചെയ്യാൻ പറ്റും? അങ്ങനെ ഓണസ്റ്റ്ലി ഒരുപാട് ഹ്യൂമറായിട്ട് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. ബിക്കോസ് ഈ എല്ലാ മൂവി ഒരു രാത്രി എൻ്റെ സ്റ്റോറിയാണ്. ആൻഡ് എല്ലാവർക്കും അറിയാം ഷൈൻ ചേട്ടൻ റിയൽ ലൈഫിൽ ഓൾസോ ഒരുപാട് ഫണിയാണ്. വിഷ്ണു ചേട്ടൻ ഇസ് വെരി ഫണി. അഫ്കോഴ്സ് അവർ എല്ലാവരും സെറ്റിൻ്റെ ലൈക്ക് സീനിൻ്റെ മിഡിൽ ദേ വുഡ് മേക്ക് ഫൺ ഓഫ് മൈ മലയാളം. കാരണം എൻ്റെ മലയാളം ഒരുപാട് ഫണിയാണ്, എനിക്കറിയാം. സോ പക്ഷേ ഷൈൻ ചേട്ടൻ വിൽ ഓൾവേസ് ട്രൈ ടു ടോക്ക് ടു മീ ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഷൈൻ ചേട്ടൻസ് ഇംഗ്ലീഷ് ഇസ് ഓൾസോ വെരി ഫണി. സോ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ആൻഡ് ബൈ ദി എൻഡ് ഓഫ് ദ ഷൂട്ട് I think Shayan Chetta and me have become buddies. Vishnu Chetta and me have also become very big buddies. Me and Chinu, Chandni has also become so friendly. So I think ee movie funny aanu, pakshe it also developed interpersonal relationships. Karanam it's very like receptive, Chandni Parnu. So I think all of us have become very good friends. I mean, Viju sir has also become a friend now, more than a producer. So I think adellam ningalku kaanam pattum. And idu situational comedy aana, slapstick aana, pakshe it is also very engane parayam body comedy. Like if you notice like how Rafi sir writes his stories, so adu nammada chemistry il ningalku kaanam pattum. So angane kore incidences aana, but basically they would always make fun of my Malayalam. അപ്പം താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഈ രണ്ടാമത്തെ സോങ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഒരു നല്ല ഏറെ നാളുകൾക്ക് ശേഷം നമ്മുടെ ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ കലാലയങ്ങളിലൊക്കെ നമുക്ക് ഓരോ പരിപാടികൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡാൻസ് പെർഫോമൻസ് മ്യൂസിക്കുമായിട്ട് നമ്മുടെ ഗോപിച്ചേട്ടനൊക്കെ വളരെ നല്ല രീതിയിൽ ഈ സോങ് അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാം ഇത് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് മാക്സിമം തരിക, സിനിമയെ സക്സസ് ആകുക. തീർച്ചയായിട്ടും അടുത്ത ആഴ്ച നിങ്ങളുടെ ഇൻ അഡ്വാൻസ് ആയിട്ട് നിങ്ങളുടെ അടുത്ത പ്രസ് മീറ്റിന് അറിയിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. വീണ്ടും കാണാം. അതുപോലെ തന്നെ പുറത്ത് നമ്മളൊരു ഹൈ ടീ ഒരുക്കിയിട്ടുണ്ട്, അത് ചായ കുടിച്ചിട്ട് പോവാം. താങ്ക് യു. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക. August 9 റിലീസ് ചെയ്യുന്നത്. താങ്ക് യു.
അല്ല മലയാളത്തിൽ മലയാളത്തിൽ ചെയ്യും ഞാൻ. നീരജ് മാധവന്റെ അടുത്തിലൊക്കെ ചെയ്തില്ലേ, പടത്തിൽ ചെയ്തില്ലേ? കുറേ വർഷങ്ങളുടെ മുമ്പ് ചെയ്തു. 2018-19 ലവ് കുഷ വിത്ത് നീരജ് മാധവ്, ബിജു മേനോൻ സർ, അജു വർഗീസ്. അജു ചേട്ടാ ഇതിലുണ്ട്. ഇതിപ്പോ പുതിയ ഇനി മമ്മൂക്കിന്റെ കൂടെ ഒക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയണ്ടായിരുന്നു. അറിയില്ല ചേട്ടാ. യു ഹോപ്പ് ക്രോസിംഗ് കൺഫേം ആയിട്ട് പിന്നെ ഞാൻ പറയാം. ഗ്ലാമറസ് വേഷങ്ങളിലേക്ക് അത് കൺസിഡർ ചെയ്യുന്നുള്ളതെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് നാടൻ റോൾ ചെയ്യണം. നാടൻ ചെയ്യാനാണ് ഇഷ്ടം. പക്ഷേ ഐ ആം എ ഡാൻസർ, സോ ചിലപ്പം അങ്ങനെ റോൾസ് വരും. ബട്ട് ഇറ്റ്സ് നോട്ട് ബാഡ്. എനിക്ക് അങ്ങനെയില്ല. ദാറ്റ് എനിക്ക് ഐ ലവ് ഡാൻസിങ് ആൻഡ് ഗ്ലാമറസ് റോൾസ് ഒബ്വിയസ്ലി. പക്ഷേ ഐ വാണ്ട് ടു നാടൻ കുട്ടി എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഐ ഹാവ് ടു ബ്രേക്ക് ദാറ്റ്. പക്ഷേ എല്ലാ ആക്ടർക്കും ഒരു ജേർണി ഉണ്ട്. ചിലപ്പം നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് കുറച്ച് സമയം എടുക്കുന്നത്. ബട്ട് ഐ ടോൾഡ് യു ഇറ്റ്സ് നെവർ ലേറ്റ്. It's always a good time to do it whenever. So I'm hoping I'll do it soon. അങ്ങനെ എന്തെങ്കിലും റെഫറൻസ് മനസ്സിലുണ്ടോ? ഐ മീൻ ഇന്ന റോള് പോലെ ചെയ്യണം അങ്ങനെ? ഒരുപാട് റെഫറൻസസ് ഉണ്ട്. ഐ ഹാവ് ശോഭന മാമിൻ്റെ ഒരുപാട് റെഫറൻസസ് ഉണ്ട്. മനചിത്രതാലം കൈൻഡ് റെഫറൻസസ്. പിന്നെ പ്രിയാമണി ഒരു ഉർമി മൂവി ചെയ്തു. അങ്ങനെ കുറേ റെഫറൻസസ് ഉണ്ട് മനസ്സിൽ. പക്ഷേ അങ്ങനെ റോൾസ് വരാം, ഇങ്ങനെ ഞാൻ ചെയ്യാം. സ്ക്രിപ്റ്റ് ഒക്കെ എങ്ങനെ സെലക്ഷൻ ഇപ്പം സ്വന്തമായിട്ടുള്ള സെലക്ഷൻ ആയിരുന്നു വരുന്നുണ്ടോ? അങ്ങനെ മലയാളത്തിൽ ചെയ്യണമെന്ന്? മലയാളത്തിൽ വരുന്നുണ്ട്. പക്ഷേ ഐ വോണ്ട് ടു ഡു ഒരു നല്ല സ്ക്രിപ്റ്റ് വിത്ത് എ ഗുഡ് ടീം. കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴത്തെ ഓഡിയൻസസ് ആർ വെരി 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 ഡിഫിക്കൽട്ട്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു കൺവിൻസ് ദം. സോ അവർക്ക് എന്താ ഇഷ്ടമായും എന്ത് മോശവും നമുക്ക് പറയാൻ പറ്റില്ല. സോ ഐ എം ഹോപ്പിംഗ് ഐ ഗെറ്റ് ബെറ്റർ സ്ക്രിപ്റ്റ്സ് ആൻഡ് ഐ ചൂസ് ബെറ്റർ. അത്രേ ഉള്ളൂ. എങ്ങനെ ഇവിടെ ഉണ്ട്, സ്ഥലത്തുണ്ടോ അതോ എവിടെയാണ് ഇപ്പം? ഇല്ല, ഇവിടെ ഞാൻ ആക്ച്വലി ഇപ്പം കൊച്ചിയിൽ താമസിക്കുന്നത്. പക്ഷേ എൻ്റെ അച്ഛനമ്മ മുംബൈയിൽ താമസിക്കുന്നത്. സോ ഞാൻ അവിടെ എല്ലാം ലൈക്ക് ഐ കീപ് ട്രാവലിംഗ് ബിറ്റ്വീൻ മുംബൈ ആൻഡ് കേരള. 2 സ്ഥലം എൻ്റെ വീട്ടിലാണ് എനിക്ക്. നിങ്ങൾ ഫാസ്റ്റ് ഡാൻസ് അങ്ങനെ ഇതൊക്കെ കാണാറുണ്ട്. സോ പുതിയ എന്തെങ്കിലും പ്ലാൻസ് അങ്ങനെയൊക്കെ ഉണ്ടോ? ഫാസ്റ്റ് ഡാൻസ് ഡാൻസിൻ്റെ എനിക്ക് ഡാൻസിൻ്റെ പ്ലാൻസ് ഉണ്ട്. കാരണം ഞാൻ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ബേസാണ് കഥക് ആൻഡ് ഭരതനാട്യം. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ലേണിംഗ് ഡാൻസ് വെൻ ഐ വാസ് ജസ്റ്റ് 3.5 years old. സോ ഡാൻസ് എൻ്റെ ബോഡിയിൽ എൻ്റെ മനസ്സിൽ ഫോർ ഷുവർ ഉണ്ട്. പക്ഷേ ആസ് എൻ ആക്ടർ ഐ വോണ്ട് ടു ഡു ഡിഫറെൻറ്റ് തിങ്സ്. കാരണം ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഞാൻ ഡാൻസറാണ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട് ഒരുപാട്. സോ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ചിലപ്പം എനിക്ക് അങ്ങനെ റോൾസ് വരും. ബട്ട് ഐ ലൈക്ക് ദിസ് ഓൾസോ. സി ആസ് എൻ ആക്ടർ യു ഷുഡ് ഡു റേഞ്ച്. സോ ഇപ്പോൾ എനിക്ക് ആ റേഞ്ച് അവിടെ പോകണം. ലൈക്ക് നാടൻ റേഞ്ചിൽ കുറച്ച് റോ, മോർ ആക്ടിങ് ഓറിയൻറ്റഡ്. സോ ഐ എം പ്രേയിങ്. ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ. ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഈ പ്രാർത്ഥിക്കും. നാടൻ വേഷങ്ങളൊക്കെ കൂടുതൽ നാടൻ വേഷങ്ങളൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. It will be different, no? ആരാണ് ഡിസ്റ്റർബ് ചെയ്യുന്നത്? കാര്യമായിട്ടൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോ നാടൻ വേഷം. അപ്പം ഇത് കാണുന്നവരും ഇനി ഏതെങ്കിലും നല്ല ഡയറക്ടേഴ്സെ കാണുവാണെങ്കിൽ നാടൻ വേഷം തരട്ടെ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. Thank you. Should I just pose? ഡാൻസ് വേണോ? വേണ്ട. ഇപ്പൊ വേണ്ട. മാത്രം സിനിമയിൽ ഡാൻസ് ചെയ്യും ഞാൻ. സോ എങ്ങനെയുണ്ടായിരുന്നു ഷൈൻ എങ്ങനെയുണ്ടായിരുന്നു സെറ്റിൽ? ഷൈൻ ടോം ചേട്ടാ വേറെ ലെവലാണ് ചേട്ടാ. വരും ഇപ്പൊ ചേട്ടാ. ഈസ് ഓൺ ദ വേ. ഓക്കെ, താങ്ക് യു. താങ്ക് യു. എന്നെ കാണാം. അജീഷിനെ കാണിക്കണോ? അജീഷ് നമ്മുടെ ബ്ലോഗറാണ്. Thank you. താങ്ക് യു. Press conference will കാണാം. Hopefully I'll see you all there.